Hello viewers, welcome back to my channel The Untold Stories. So ഇന്നും ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രസ് ഹോൾ ആണ്. അപ്പം ഈ ഒരു ഡ്രസ് ഹോൾ എന്ന് വെച്ചാൽ ഞാൻ അർബാനിക് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഡ്രസ്സസ് ആണ് കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീക്കും ഞാനൊരു അർബാനിക്കിൽ തന്നെ ഡ്രസ് ഹോൾ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഏതൊക്കെയാണ് പുതിയ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ഞാൻ വാങ്ങിയതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അർബാനിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പം പല വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡ്രസ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിൻ്റെ ഡിസൈൻ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ഒരു ടാങ്ക് ടോപ്പാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഹൈ വേസ്റ്റ് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. പ്ലെയിൻ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ എന്താ പറയുക കളർ വരുന്നത്. അപ്പോൾ നെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് നെക്കാണ് വരുന്നത്. പിന്നെ ഇത് സ്ലീവ്സ് എന്ന് വെച്ചാൽ സ്ലീവ്സിൻ്റെ ഹോൾ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഹോളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള പാൻസിൻ്റെ കൂടെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു ടാങ്ക് ടോപ്പാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെയും നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ്. അതുകൂടാതെ ഫ്രണ്ടിൽ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഒരു ബോട്ടത്തിലൊരു ഡിസൈൻ. ആ ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളോ ആണ് ഡിസൈൻ വരുന്നത്. നമുക്ക് ബാക്കിലെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് പോലെ തോന്നാണ്, ശരിക്കും ഹോളോ ആണ്. ആൻഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. നെക്സ്റ്റ് വൺ ഒരു ജീൻസ് ആണ്. അപ്പോൾ ഈ ജീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ളൊരു സിംപ്ലിസിറ്റി സ്കിന്നി ജീൻസ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1299 റുപ്പീസാണ്. അപ്പോൾ ഈ ഒരു ജീൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആവും, അല്ലാതെ വെയർ ചെയ്യാൻ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീൻസാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു സാധാ ടോപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ നെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം, കാരണം നല്ല സോഫ്റ്റ് ആണ് ഇത് വെയർ ചെയ്യുന്ന സമയത്ത്. കുറച്ച് ലൂസായി കിടക്കുന്ന ടൈപ്പ് ഒരു ടോപ്പാണ്, കാരണം ഇതിൻ്റെ സ്ലീവ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് സ്ലീവ് ആണ് വരുന്നത്. അതുകൂടാതെ നല്ല വീതിയുള്ള സ്ലീവ്സ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് ടൈപ്പ് സ്റ്റൈലിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. വെറും പ്ലെയിൻ ഈ ഒരു ബീച്ച് കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ക്രീം കളറാണ് മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചൊരു സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. ചെറുതായിട്ടൊക്കെ അങ്ങനെ എന്താ പറയുക അത്ര ഒപ്പേക്കല്ല. നെക്സ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ഒരു ആനിമൽ പ്രിൻ്റ് ടോപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നീളമുള്ള ഒരു ടേർട്ടിൽ നെക്കാണ് വരുന്നത്. നമുക്ക് ജീൻസിൻ്റെ കൂടെയും അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഒരു ജീൻസാണ് ഞാൻ വാങ്ങിയത്. അപ്പം ഇങ്ങനെ ജസ്റ്റ് സ്ക്രാച്ചസ് ഒക്കെ ഉള്ള ടൈപ്പ് ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുറച്ച് ലൂസ് ടൈപ്പാണ്. നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു ജീൻസിന് വരുന്നത്. അപ്പോൾ റിബ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ജീൻസാണിത്. പിന്നെ രണ്ട് സൈഡും ഫ്രണ്ടിലും അതേപോലെ ബാക്കിലും പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ സിപ്പ് ക്ലോഷറാണ് വരുന്നത്. നമ്മുടെ ബെൽറ്റിൻ്റെ സൈഡ് ഒരു എന്താ പറയുക ബട്ടൺ ക്ലോഷർ ഉണ്ട്, അത് കൂടാതെ സിപ്പ് ക്ലോഷറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ ടെക്സ്ചേർഡ് ആയിട്ടുള്ള കളർഫുൾ ക്ലോത്ത്സിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ജീൻസാണ്. പിന്നെ ഈ ഒരു ജീൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഫിറ്റ് അല്ല, അത്യാവശ്യം ലൂസായി കിടക്കുന്ന ടൈപ്പ് ഒരു ജീൻസാണ് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികവും ബ്ലൂവിൽ അധികവും വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു പാൻറ്റാണ്. പക്ഷേ ഈ ഒരു പാൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ജീൻസ് അല്ല, നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ പാൻസാണ്. പിന്നെ ഇവിടെ സിബ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബെൽറ്റ് അല്ല, ഇവിടെ നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ സ്ട്രാപ്പ് പോലെ ഒരു സംഭവം വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ടൈറ്റ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടി സൈഡിൽ ഇങ്ങനെ ഒരു സിപ്പർ ക്ലോഷറും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ്ലി ടൈറ്റായിട്ടിരിക്കും. ഈ ഒരു സ്ട്രാപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നമുക്ക് ആ ബെൽറ്റ് പോർഷനിലൂടെ ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് ഒരു സ്ലേറ്റ് ഗ്രേ, ആ ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക സ്റ്റിച്ചിങ് തന്നെ രണ്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട്, ഒരു സ്ട്രൈപ്സ് ഫീല് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആണ് ഇതിൻ്റെ പാൻസ് വരുന്നത്. പോക്കറ്റ്സ് ഒന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് മേലെ തൊട്ട് താഴെ വരെ ഒരേ വിഡ്ത്താണ് ഈ ഒരു പാൻസിന് വരുന്നത്. അപ്പം നമുക്ക് ലൂസായിട്ടുള്ള ടോപ്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് വെയർ പോലെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു
നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് നല്ല ലൂസായി കിടക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഒരു പാൻറ് ചൂസ് ചെയ്യാം. അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്, പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ഇതൊരു വെറൈറ്റി ടൈപ്പ് ടോപ്പാണ്. ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേർപ്പിൾ തീമാണ് വരുന്നത്, ഒരു ഓണിയൻ പിങ്ക് പേർപ്പിൾ ആ ഒരു കളർ തീമാണ് വരുന്നത്. ഇതൊരു പുള്ളോവർ ടീഷർട്ടാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ 1159 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സ്ലീവ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൂസായിട്ട് കിടക്കും, പക്ഷെ അതിൻ്റെ ഏറ്റവും അറ്റം ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്കൊരു ബാഗി പോലെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ടോപ്പാണ്. നമുക്ക് അത്യാവശ്യം എയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു ടോപ്പാണ് വരുന്നത്. കുറച്ചൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ്. നെക്സ്റ്റ് വൺ ഒരു സ്വെറ്റർ ടൈപ്പ് ഒരു ടോപ്പാണ്. ഇതും നമുക്ക് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ്. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സിബ്ബ് ഓപ്പണിംഗ് ആണ് വരുന്നത്. അത് ജസ്റ്റ് ഒരു സ്റ്റൈൽ പോലെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ പാറ്റേൺ നോക്കുവാണെങ്കിൽ ബ്ലാക്കിൽ ഇങ്ങനെ എന്താ പറയുക ക്രീം കളർ ഡിസൈനാണ് വരുന്നത്. ടോപ്പ് തൊട്ട് ബോട്ടം വരെ നമുക്കിങ്ങനെ സിബ്ബ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഫുൾ സ്ലീവ് ആണ്. നമുക്ക് ഈ അറ്റം നോക്കുവാണെങ്കിൽ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഫീലാണ്. അപ്പോൾ ഓവറോൾ ഒരു സ്വെറ്റർ ടൈപ്പ് ഫീലാണ്. നമുക്ക് ആ സിബ്ബ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഓവർകോട്ട് പോലെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഈ ടോപ്പ് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഐറ്റം നമുക്ക് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണ്. ഇതും ഒരു ഷർട്ട് ടൈപ്പ് മോഡൽ ടോപ്പാണ്. അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ്. രണ്ട് സൈഡും നമുക്ക് പോക്കറ്റ്സ് കാണാൻ പറ്റും ഫ്രണ്ടിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1590 റുപ്പീസാണ്. പിന്നെ നമ്മളിത് വെയർ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ വേസ്റ്റ് ജീൻസിൻ്റെ കൂടെയാണ് വെയർ ചെയ്യാൻ നല്ല ഓപ്ഷനായിട്ട് വരിക. കാരണം ക്രോപ്പ് ടൈപ്പാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ നമുക്കിങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റൈൽ വരുന്നുണ്ട്. ഈ പോക്കറ്റ്സ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പോക്കറ്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷറാണ് വരുന്നത്. നല്ലപോലെ ലൂസായി കിടക്കുന്ന ഒരു ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവ്സ് നോക്കിക്കഴിഞ്ഞാലും നല്ല വൈഡായിട്ടുള്ള സ്ലീവ്സ് ആണ്, ഷോർട്ട് സ്ലീവ്സ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ടോപ്പ് ടു ബോട്ടം നമുക്ക് ബട്ടൺ ക്ലോഷർ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ കൊണ്ടൊരു സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളറാണേലും ബ്രൗൺ കളറാണ് വരുന്നത്, ലൈറ്റ് ബ്രൗൺ കളറാണ് വരുന്നത്. വെയർ ചെയ്യാനാണേലും നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണത്. നെക്സ്റ്റ് വൺ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെയും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സ്കിന്നി ഫിറ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ്. ആൻഡ് നമുക്ക് ജഗ്ഗിങ്സിൻ്റെ കൂടെയും ലെഗിങ്സിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ടോപ്പ് അധികവും എന്താ പറയുക ഓവർകോട്ട് പോലെയാണ് ഇടാറ്. ഒരു സ്ട്രഗ് ടൈപ്പ് സ്റ്റൈലിംഗ് ആണ് ഈ ഒരു ടോപ്പ് കൊണ്ട് ചെയ്യാറുള്ളത്. കംപ്ലീറ്റ്ലി ലെപ്പേർഡ് പ്രിൻ്റ് ആണ് വരുന്നത്. പിന്നെ ഇത് വെയർ ചെയ്യാനാണെങ്കിലും സോഫ്റ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. എന്താ പറയുക റയോൺ ടൈപ്പ് മെറ്റീരിയലാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇസ്തിരി ഇടുകയോ ഒന്നും വേണ്ട, അങ്ങനെ ചുളുങ്ങോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് ഇടുമ്പോഴാണെങ്കിലും നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് സ്ലീവ്സ് മടക്കി വെച്ച് സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പും നമുക്ക് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ്. ഈ ഒരു ടോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ലീവ്സ് ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. വൈറ്റിൽ കുറേ ലീവ്സ് ആണ് വരുന്നത്. അപ്പം വളരെ ലൈറ്റ് ഷെയ്ഡ് കളറിങ് വരുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണിത്. എന്താ പറയുക റോസിൻ്റെ പല ഷെയ്ഡ്സാണ്, പിങ്കിൻ്റെ പല ഷെയ്ഡ്സാണ് ഇതിനകത്തെ ഡിസൈനിൽ കളേഴ്സ് വരുന്നത്. അപ്പം നമുക്ക് അധികവും വൈറ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ലൈറ്റ് കളർ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ പിങ്ക് ജീൻസിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ്. പിന്നെ നമ്മൾ എലാസ്റ്റിക് ആണ് ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ അധികവും നമുക്ക് വൈറ്റ് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രീൻ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാണ്. ഇതും ഒരു ക്രോപ്പ് ടോപ്പാണ്. അപ്പം ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള ജീൻസിൻ്റെ കൂടെ ആയിരിക്കും ഇത് നല്ല മാച്ച് ആവുക. ഇതും നമ്മൾ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ നല്ല നൈസ് മെറ്റീരിയലാണ്. ഒരു റയോൺ പോളിസ്റ്റർ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. സ്ലീവ്സും അതുപോലെ വേസ്റ്റിൻ്റെ അവിടെയും ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. സ്ലീവ്സ് ആണെങ്കിലും ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു വീനക്കാണ്, അത് നമുക്കൊരു ബട്ടൺ ക്ലോഷർ ഉണ്ട്. നെക്സ്റ്റ് വൺ ഒരു ഷോർട്ട് മോഡൽ ടൈപ്പ് ഡ്രസ്സാണ്. ഇതും വൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബീച്ച് കോളർ പാൻസിൻ്റെ കൂടെ മാച്ച് ആവുന്ന ടൈപ്പ് ഒരു ടോപ്പാണ്. അപ്പോൾ ഈ ഒരു ഷർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഗോവൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഹിപ്പി സ്റ്റൈലിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക്
ചൂസ് ചെയ്യാം. ഫുൾ ഇതും ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്, ഫുൾ ലീവ്സ് ആണ്. പക്ഷേ ഈ ഒരു ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല കളറിലാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടൺ പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയും വെയർ ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് ജീൻസിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാം. ജീൻസ് മാത്രമല്ല, ഇത് പാൻസിൻ്റെ കൂടെയും നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷർട്ട് ടൈപ്പ് മോഡൽ ടോപ്പാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ചെറിയ ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. കംപ്ലീറ്റ്ലി ഈ ഒരു ലീഫ് പാറ്റേൺ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചുളുങ്ങുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി പ്ലെയിൻ വൈറ്റ് കളർ ബട്ടൺസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വണ്ണും ഒരു ഫ്ലോറൽ തീമിൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഫ്രണ്ടാണ് വരുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള സ്ലീവ്സ് ആണ് വരുന്നത്. ഷ്രഗ് പോലെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണിത്. ഇതിൻ്റെ സ്ലീവ്സ് വളരെ ഷോർട്ടാണ്. അപ്പം വൈറ്റ് കളർ പാൻസിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ ബീച്ച് കളർ പാൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് അധികവും ഷ്രഗ് ടൈപ്പ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ ഫ്രണ്ടിൽ തന്നെ ടൈ ചെയ്യാനുള്ളൊരു സ്റ്റൈൽ പോലെ കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അത്ര ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ അല്ല. പക്ഷേ നമ്മളങ്ങനെ ഒറ്റ ടോപ്പായിട്ട് ഈ ഒരു ടോപ്പ് വെയർ ചെയ്യില്ല. ജസ്റ്റ് ഒരു ഓവർകോട്ട് പോലെ അല്ലെങ്കിൽ ഓവറോൾസ് പോലെ വെയർ ചെയ്യുന്ന ഒരു ടോപ്പാണത്. നെക്സ്റ്റ് വന്നൊരു ഓറഞ്ച് കളർ ബനിയനാണ്. ടീഷർട്ട് എന്ന് പറയാം നമുക്ക് അധികവും. കുറച്ച് നെക്കൊക്കെ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്ന ടൈപ്പ് ഇതാണ്. പിന്നെ കുറച്ച് ഒട്ടിക്കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിസൈൻ ആണെങ്കിലും കളറ് ഭയങ്കര ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കളർ മാച്ച് ആവണമെന്നില്ല. പിന്നെ സ്ലീവ്സ് ആണെങ്കിലും ഫുൾ സ്ലീവാണ് വരുന്നത്. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ല, അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. നമുക്കൊരു സ്വെറ്റർ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷർട്ട് ടൈപ്പ് ഡ്രസ്സാണ്. പക്ഷേ ഇതിൻ്റെ സ്ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. അതാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്കിൽ കുറേ വൈറ്റിംഗ് റൈറ്റിങ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത്. കുറച്ചൊരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ടോപ്പാണ്. അപ്പം എല്ലാവർക്കും ഇത് മാച്ച് ആവണമെന്നില്ല. പിന്നെ ഫുൾ ബട്ടൺ ക്ലോഷറാണ്. പക്ഷെ താഴെ ഇങ്ങനെ ഒരു ടൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റയോൺ പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ്. അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല. നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ അധികവും കുറച്ച് ലൂസ് ടൈപ്പ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പാണത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ സ്ക്രീനിലോ ഐ ബട്ടണിലോ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതൊക്കെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. താങ്ക്